ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന പ്രത്യേകത ലാലു പരിവാർ തൂത്തെറിയപ്പെടുന്നു എന്നതാണല്ലോ. ലാലു റാബറി പരിവാർ. ഇപ്പോൾ ലാലു യാദവിന്റെ രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി ബീഹാർ പതിറ്റാണ്ടുകളോളം മുന്നോട്ട് പോയതാണ്. ഇനി അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാലുവിന് ബീഹാറിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ തേജ് പ്രതാപ് ദയനീയമായി പരാജയപ്പെടുന്നു. മറ്റൊരു മകൻ രാഘവ്പൂരിൽ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ പരാജയം മണക്കുന്നു. RJD അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നാകുന്നു. അപ്പോൾ ലാലു പ്രസാദ് ഈ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവിന്റെ പടം വെച്ച് വോട്ട് ചോദിക്കേണ്ട എന്നത് RJDയുടെ ഒരു അപ്രഖ്യാപിത തീരുമാനമായിരുന്നു. ഒരിടത്തും ലാലുവിന്റെ പടം വെച്ചില്ല. ഒരു റാലിയിലോ മറ്റോ ആണ് ലാലു പ്രസാദ് യാദവ് അവസാനം പങ്കെടുത്തത്. അപ്പോൾ ആ യുഗം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ലാലു യാദവ് പരിവാറിലെ അതിന് ഗ്രിപ്പ് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നതൊക്കെ ഒരു വിലയിരുത്തലാണോ നമ്മൾ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ? അല്ല ശ്രീനാഥ്, ഈ തേജസ്വിയുടെ പല പരിപാടികളിലും ശ്രീനാഥ് നേരിട്ട് പോയി പങ്കെടുത്തതാണ്. ആ പരിപാടികൾക്കൊക്കെ വലിയ എന്തൂസിയാസം ഉണ്ടായിരുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. തേജസ്വി യാദവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ സർവേകളിൽ ഈ തേജസ്വി ബാക്കി ഈ പറയുന്ന JDU അല്ലെ NDA ജയിക്കും, അതേസമയം തന്നെ തേജസ്വിയാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന ആൾക്കാർ പറയുന്നത്. തേജസ്വി എഫക്ട് ഉണ്ടായിരുന്നതാണ്. RJD ഏറ്റവും ഒറ്റകക്ഷിയാകുമെന്നൊക്കെ പറഞ്ഞതാണ്. ശ്രീനാഥ്, എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക ഈ ആ കുടുംബത്തിന്, RJDക്ക്, തേജസ്വിക്കൊക്കെ? ഈ യാദവ് മുസ്ലിം ബെൽറ്റാണ് യഥാർത്ഥത്തിൽ RJD ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് വളരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ വോട്ട് ബാങ്കിലേക്ക് NDAക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഒരു തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ എങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞു എന്നതിലാണ് ഈ വെൽഫെയർ സ്കീം അടക്കം, ഈ ക്ഷേമ പദ്ധതികളടക്കം വലിയ ചലനം ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഓരോ വീട്ടിലേക്കും 125 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നു. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം 10,000 രൂപ വീതമാണ് കൊടുക്കുന്നത്. അതിന്റെ 3 ഗഡു ഇതിനോടകം തന്നെ നൽകുന്നു. അങ്ങനെ ക്ഷേമ പദ്ധതികൾ വലിയൊരു ചലനം ഉണ്ടാക്കുകയും യാദവ് മുസ്ലിം ബെൽറ്റുകളിലേക്ക് കൂടുതൽ NDAക്ക് കടന്നു കയറാൻ കഴിയുകയും ചെയ്തതോടെയാണ് RJDക്ക് അവർക്കുണ്ടായിരുന്ന ഒരു ഗ്രിപ്പ് അവിടെ നഷ്ടമാവുന്നത്. RJDക്ക് ആ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് വളരാൻ കഴിയാതെയും പോയി. ലാലു പ്രസാദ് യാദവിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് എവിടെയും കാര്യമായി കണ്ടില്ല. അദ്ദേഹം തീരെ പങ്കെടുത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവസാന ലാപ്പിൽ അദ്ദേഹം 1-2 ഇടങ്ങളിൽ വന്നു എന്നത് സത്യമാണ്. ഒരു റോഡ് ഷോയിൽ നമ്മൾ പോയിരുന്നു. ഒരു വാഹനത്തിനുള്ളിൽ, ഒരു ട്രാവലറിനുള്ളിൽ ലാലു പ്രസാദ് ഇരുന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ട് കണ്ടത്. അദ്ദേഹം ആരോടെങ്കിലും കൈവീശി കാണിക്കുന്നതോ ആരോടെങ്കിലും വോട്ട് ചോദിക്കുന്നതോ കാഴ്ചയൊന്നും കണ്ടില്ല. ലാലുവിനെ ഇറക്കി എന്നൊരു തോന്നൽ ഉണ്ടാക്കി എന്നത് മാത്രമേ അതുകൊണ്ടുണ്ടായുള്ളൂ. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പരിഹസിച്ചിരുന്നു. തേജസ്വി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ലാലു പ്രസാദിന്റെ മുഖം കാണുന്നില്ല, ലാലു പ്രസാദിന്റെ പേര് പറഞ്ഞ് എന്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പിതാവിന്റെ പേര് ഉപയോഗിക്കാൻ പോലും തേജസ്വി മടിക്കുകയാണ് എന്ന തരത്തിലൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ ലാലു പ്രസാദിന്റെ ഭരണകാലത്തെ ജംഗിൾ രാജ് എന്ന് വിശേഷിപ്പിക്കുകയും ആ ഓർമ്മകൾ വീണ്ടും ആളുകൾക്കിടയിലേക്ക് ആ ഓർമ്മകൾ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോഴാണ് ലാലു പ്രസാദ് യാദവ് ഈ പ്രചാരണ ഘട്ടത്തിൽ നിന്നും കാര്യമായി ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളായ 2 മക്കളും ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടുന്നു എന്ന കാര്യം നമുക്ക് മുന്നിലുണ്ട്. അതിലെ തേജസ്വിയുടെ തിരിച്ചടിയാണ് ഏറ്റവും വലുത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിന്നതാണ്. ഇത്തവണ വിജയിച്ച മുഖ്യമന്ത്രി വരെയാകും. ലാലുവിന്റെ മകനും വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകും എന്നതൊക്കെ അവർ സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നം പതിയെ രാഘവ്പൂരിൽ അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരിക്കൽ രാബറി ദേവിയുടെ സ്വപ്നങ്ങൾ തകർത്ത അതേ സതീഷ് കുമാർ യാദവ് തന്നെയാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി. യഥാർത്ഥത്തിൽ നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോ ശ്രീനാഥ് തന്നെ ഇടയ്ക്ക് ഒരു സ്റ്റോറിയിൽ ഒരു വീട്ടുകാരോട് സമീപിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരോട് ചോദിക്കുമ്പോഴേ ശ്രീനാഥ് ചോദിക്കുന്നുണ്ട് ഹാപ്പിയാണെന്ന് ചോദിക്കുമ്പോൾ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ശ്രീനാഥ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീടില്ല, അതിന് ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്ലോസറ്റൊക്കെ പ്രശ്നമാണ്, തുർബി ഹം ഖുഷി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീടില്ലെങ്കിൽ, ക്ലോസറ്റ് ഇല്ലെങ്കിൽ, കക്കൂസ് ഇല്ലെങ്കിൽ എന്താണ് ആ പ്രിവിലേജ് ഒരു പക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കാം. അതിൽ സന്തുഷ്ടരായ കുറേയധികം കുടുംബങ്ങളെ നമ്മൾ ബീഹാറിൽ ഉടനീളം കാണുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ വലിയ റോഡുകൾ അവിടെയുണ്ട്. ഈ പറയുന്ന എന്താണ് വികസനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ വീട് കേന്ദ്രീകരിച്ച് ജീവിത നിലവാരം വളരെ മോശമാണ് എന്ന് നമ്മൾ നേർക്കുനേർ കണ്ടതാണല്ലോ. അവിടെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ശ്രീനാഥ്. അത് ശ്രീനാഥിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ബീഹാറിലെ 10,000 രൂപ ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു യാദവ മേഖലകളിലേക്കൊക്കെ അവിടുത്തെ സ്ത്രീകൾ ഇറങ്ങി നിതീഷിന് വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ₹10,000 ഇമ്പാക്ട് ചെറിയ ഇമ്പാക്റ്റ് അല്ല ശ്രീനാഥ്.
യഥാർത്ഥത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മുൻകാല ചില അനുഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം അത് അവർക്കൊരു പാഠമായി മാറിയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മധ്യപ്രദേശിലേക്ക് പോയാൽ അവിടെ ലാഡ്ലി ബഹൻ യോജന എന്ന പേരിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൊണ്ടുവന്ന ഒരു പദ്ധതി, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന ക്ഷേമ പദ്ധതി, അത് ഏത് തരത്തിലാണ് BJPക്ക് വലിയ വിജയം. ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രചാരണ കാലത്തിൽ കാലം ആ മധ്യപ്രദേശിൽ ഞാൻ പോയതാണ്. ആ സമയത്ത് പോലും തോന്നിയത് ഒരു ഇഞ്ചോടിഞ്ച് ഒരു പോരാട്ടമോ ഒരുപക്ഷെ കോൺഗ്രസ് മുകളിലേക്ക് വരാനുള്ള സാധ്യതയോ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അപ്രതീക്ഷിതമായ വൻ വിജയമാണ് BJP അവിടെ നേടിയത്. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മധ്യപ്രദേശിൽ നടപ്പാക്കിയ അതേ പദ്ധതി തന്നെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി ലാഡ്ലി ബഹൻ യോജന എന്ന പേരിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാർ കൊണ്ടുവരികയും അവിടെയും സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും അത് വലിയ വിജയം നേടി എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തെ ഏതാണ്ട് നാമാവശേഷമാക്കി കളഞ്ഞു മഹാരാഷ്ട്രയിൽ എന്ന് നമ്മൾ കണ്ടതാണ്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ ബീഹാറിലും പാർട്ടികൾ ഉന്നയിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സമുദായ സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ക്ഷേമ പദ്ധതികൾ കൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്താൻ മുന്നണികൾ ശ്രമിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 125 യൂണിറ്റ് വൈദ്യുതി, സ്ത്രീകൾക്ക് 10,000 രൂപ അടക്കമുള്ള പദ്ധതികളാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ച് നടപ്പാക്കി ലീഡ് തുടരുകയാണ്. 11-12 റൗണ്ട് വോട്ടെണ്ണി 5000 വോട്ടിനടുത്ത് ലീഡ് എന്ന് പറഞ്ഞാൽ അല്ല പിന്നിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് തോൽവി എന്ന് വേണം മനസ്സിലാക്കാൻ. 12 റൗണ്ടായി. ഇനിയിപ്പോ ആകെ കുറച്ച് റൗണ്ടും കുറച്ച് വോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.